പാക് അധിനിവേശ കാശ്മീരിൽ പ്രക്ഷോഭം കത്തുന്നു. ലക്ഷക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ പാക് അധിനിവേശ കാശ്മീരിൽ ഇന്ത്യക്കൊപ്പം ചേരുന്നതിനായി തന്നെ അതിശക്തമായ പ്രക്ഷോഭം നടത്തുന്നത്. എന്നാൽ ഇവരുടെ മുന്നിൽ ഇപ്പോൾ മറുപടി പോലും പറയാനാകാതെ കൈയും കെട്ടി വെറുതെ നോക്കി നിൽക്കുകയാണ് പാക് ഭരണകൂടം. ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി ഇപ്പോൾ കടുത്ത ഭാഷയിലാണ് രംഗത്ത് വന്നിരിക്കുന്നത്. തോക്കിൻ മുനയിലും ഇന്റർനെറ്റ് നിരോധനത്തിലും ജനകീയ വിപ്ലവത്തെ അടിച്ചമർത്താൻ നോക്കുന്ന പാക് സൈന്യത്തിനും അവിടുത്തെ പ്രതിരോധ രാഷ്ട്രീയ പാർട്ടികൾക്കും എതിരെയാണ് ഇപ്പോൾ ഇവർ ആക്രോശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. സുരക്ഷിതമായ ഇസ്ലാമാബാദിലെ എയർ കണ്ടീഷൻ ചെയ്ത മുറികളിൽ ഇരുന്നു കൊണ്ട് പത്രസമ്മേളനങ്ങൾ നടത്തിക്കൊണ്ട് കാശ്മീർ ജനതയെ രാജ്യദ്രോഹികളാക്കി തന്നെ ചിത്രീകരിക്കുന്ന പാക് നേതാക്കളുടെ ഇരട്ടത്താപ്പാണ് ഇപ്പോൾ ഇവിടെ ജനങ്ങൾക്ക് മുന്നിൽ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നത്. പ്രക്ഷോഭത്തിന് പിന്നിൽ വിദേശ കൈകൾ, അതായത് ഇന്ത്യ ആണ് എന്ന പാകിസ്ഥാന്റെ സ്ഥിരം പല്ലവിയാണ് ഇപ്പോൾ ഇവിടെ പൂർണ്ണമായും അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ സമിതിയാകട്ടെ ഈ ഒരു പ്രസ്താവനയെ പൂർണ്ണമായും പരിഹസിച്ചുകൊണ്ട് തള്ളിക്കളയുകയാണ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 70 വർഷമായി തന്നെ നിങ്ങൾ ഇവിടെ എന്ത് പൂക്കളാണ് നട്ടുപിടിപ്പിച്ചത്? ഈ പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ വിദേശ ശക്തികളാണ് എന്ന് ആരോപിക്കുന്ന നീക്കങ്ങൾ ഇത്രയും കാലം ഈ പ്രദേശം ഭരിച്ചിട്ട് എവിടെയുള്ള ജനങ്ങൾക്ക് അടിസ്ഥാന അവകാശങ്ങൾ, അതായത് ഇവിടെയുള്ള ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നൽകാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്നതാണ് ഇവിടെ സമരസമിതി കടുത്ത ഭാഷയിൽ തന്നെ പാക് നേതൃത്വത്തോട് ചോദിച്ചിരിക്കുന്നത്. സ്വന്തം കസേരയ്ക്കും രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും ഭീഷണി വരുമ്പോൾ മാത്രം രാജ്യസ്നേഹം അവിടെ പ്രശംസിക്കുന്നവരാണ് പാകിസ്ഥാനിലെ ഭരണാധികാരികൾ എന്നതാണ് ഇവിടെ ജനങ്ങൾ തുറന്നടിച്ചിരിക്കുന്നത്. ദശാബ്ദങ്ങളായി തന്നെ ഈ പ്രദേശം ഭരിച്ചു മുടിച്ചവരാണ് ഇപ്പോഴത്തെ ദയനീയ അവസ്ഥയ്ക്ക് ഉത്തരവാദികളെന്നും ജനങ്ങൾ തെരുവിൽ പട്ടിണി കിടക്കുമ്പോഴും ഓടിച്ചാടി പ്രധാന രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഇസ്ലാമാബാദിൽ ഒളിച്ചിരിക്കുന്ന പ്രസ്താവനകൾ ഏറെക്കുറെയും തന്നെ ഇവിടെ ഇറക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്ന ഒരു ആരോപണം കൂടെയാണ് ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല, അന്യായമായി തന്നെ പിടിച്ചെടുത്ത ഭാരതത്തിന്റെ മണ്ണിൽ ഇസ്ലാമാബാദിന് ഇനി അധികകാലം പോലും ആധിപത്യം തുടരാനാകില്ല എന്ന വ്യക്തമായ സൂചനയാണ് POKയിൽ നിന്നുള്ള ഈ വാർത്തകൾ നൽകുന്നത്. പാക് യുഗത്തിന് കീഴിൽ ശ്വാസം മുട്ടുന്ന അവിടുത്തെ സാധാരണ ജനങ്ങൾ ഇപ്പോൾ ഭാരതത്തിലെ നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന കുതിപ്പും കാശ്മീരിലെ സമാധാന അന്തരീക്ഷവും കൺമുന്നിൽ കണ്ടുകൊണ്ടാണ് വളരുന്നത്. സ്വാതന്ത്ര്യവും അവിടെ മൗലിക അവകാശങ്ങളും നേടി സ്ത്രീകളും കുട്ടികളും അടക്കം ലക്ഷക്കണക്കിന് ആളുകൾ തെരുവിൽ ഇറങ്ങിയതോടുകൂടി തന്നെ പാകിസ്ഥാന്റെ തകർച്ച പൂർണ്ണമായിരിക്കുകയാണ്. കള്ളപ്രചരണങ്ങൾ കൊണ്ട് ഈ ജനകീയ മുന്നേറ്റത്തെ തടയാൻ കഴിയില്ല എന്നും ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമായ പാക് അധിനിവേശ കാശ്മീർ ഉടൻ തന്നെ പൂർണ്ണ സ്വാതന്ത്ര്യം നേടുമെന്നതാണ് അന്താരാഷ്ട്ര പ്രതിരോധ വിദഗ്ധരടക്കം ഇതിൽ നിരീക്ഷിച്ചുകൊണ്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഇത് പാകിസ്ഥാൻ ഇത്തരത്തിലൊരു പ്രക്ഷോഭം അവിടെ നടക്കുന്നത്, 10,000 അല്ലെങ്കിൽ ലക്ഷക്കണക്കിനുള്ള അവിടുത്തെ ആളുകൾ അവിടെ തെരുവിലിറങ്ങി പ്രക്ഷോഭം നടത്തുന്നത് പാകിസ്ഥാനെ അവിടെ അടിച്ചമർത്തുന്ന അല്ലെങ്കിൽ പാകിസ്ഥാനെ ഇല്ലാതാക്കുന്നതിന് തുല്യമായി അല്ലെങ്കിൽ പാകിസ്ഥാനെ നശിപ്പിക്കുന്നതിന് തുല്യമായ ഒരു പ്രവൃത്തിയായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.